ദിവസം ബാക്കിലേക്ക് കൈയിട്ടൂലാന്ന് തീരുമാനിച്ചാൽ 22ാമത്തെ ദിവസം മുതൽ ബാക്കിലേക്ക് കൈ കൊണ്ടുപോകുമ്പോൾ നമുക്ക് അതിൻ്റെ ഓർമ്മ വരും. അങ്ങനെ നബിതങ്ങൾ നമ്മൾ ഇഞ്ചോട് ഇഞ്ച് ചാണോട് ചാണിങ്ങൾ പിന്തുടരണം. ഒരു സദസ്സിൽ വന്നാൽ മുത്തുനബി ഇരിക്കാറുണ്ടായിരുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സദസ്സിൽ എല്ലാവരും ഒറ്റ നോട്ടത്തിൽ കാണുന്ന സ്ഥലത്താണ് ഇരിക്കാറുണ്ടായിരുന്നത്. നമ്മൾ വെള്ളിയാഴ്ച ജുമക്ക് ചെന്നാൽ വരെ വാതിലിൻ്റെ മുക്കിൽ ഒഴിവില്ലെങ്കിലേ വേറെ സ്ഥലത്ത് ഇരിക്കുള്ളൂ എന്നുള്ളതാണ്. ഇത്തിബാ നമുക്ക് എല്ലാ വിഷയത്തിലും വേണം. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അറിവ് സ്നേഹത്തിൻ്റെ മാനദണ്ഡമാണ്. അറിയാത്തൊരു സാധനത്തെ സ്നേഹിക്കാൻ കഴിയൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് നമുക്ക് എത്രത്തോളം അറിവുണ്ട്, ആ അറിവിനനുസരിച്ചാണ് നമുക്ക് സ്നേഹം വരുന്നത്. ലോകത്തെ ഏറ്റവും അറിവുള്ള ആൾ അബൂബക്കർ സിദ്ദീഖാണ് റളിയല്ലാഹു അൻഹു. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങൾ ശരിക്കും മനസ്സിലായിരുന്നു എന്നതാണ് കാരണം. അപ്പോൾ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയണം, നബി തങ്ങളെ ജീവിതത്തിൻ്റെ ഭാഗമാക്കണം. സഹാബത്ത് റളിയല്ലാഹു അൻഹു വിജയിച്ചിട്ടുള്ളത് അതിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ വിജയത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് കൂടി കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞാൽ നമ്മൾ ജീവിതത്തിലെ ഏറ്റവും സൗഭാഗ്യമുള്ള ആൾക്കാരായിട്ട് മാറും. 3 തരത്തിലുണ്ട് മദ്ഹുൻ നബി എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് അൽ-ഔസാഫു ബിത്തഹ്സീൻ എന്ന് പറയുന്നതാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഗുണഗണങ്ങളെ ഇങ്ങനെ പറയുന്നതാണ് അൽ-ഔസാഫു ബിത്തഹ്സീൻ എന്ന് പറയുന്നത്. ഗുണഗണങ്ങൾ പറയാമെന്ന് പറഞ്ഞാൽ നബി തങ്ങളുടെ കൈ അങ്ങനെയായിരുന്നു, നബി തങ്ങളുടെ കണ്ണ് ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറയുന്നതാണ് ഗുണഗണങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കണ്ണിൻ്റെ വെളുപ്പ് ശക്തമായ വെളുപ്പും അതിൻ്റെ നടുവിലുള്ള കൺമണിയുടെ കറുപ്പ് ശക്തമായതുമാണ്. ഇത് നമ്മളെപ്പോഴും ആലോചിക്കണം. എന്നോട് ഈ റബീഉൽ അവ്വൽ അല്ല, ഇതിൻ്റെ മുമ്പത്തെ റബീഉൽ അവ്വൽ, കഴിഞ്ഞ റബീഉൽ അവ്വൽ കുറേ ആളുകൾ ചോദിച്ചൊരു ചോദ്യമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉറക്കത്തിൽ കാണാൻ എന്താ ചെയ്യേണ്ടത് എന്ന്. ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ, ആദ്യം വേണ്ടത് നബി തങ്ങളെ ശരിക്കും ഉറക്കത്തിൽ കാണാൻ ആഗ്രഹിക്കണം എന്നൊന്നുമില്ല എന്നാണ്, ഉണർച്ച തന്നെ കാണാൻ ആഗ്രഹിക്കാമെന്നാണ്. ഷാ വലിയുല്ലാഹി ദഹ്ലവി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉറക്കത്തിലല്ല ഉണർച്ചയിൽ തന്നെ കാണുമെന്ന്. അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട്. കാണുമെന്ന് മാത്രമല്ല ഞാൻ കണ്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റിഫായിയത്തിൽ ഒരു ദിക്റുണ്ട്, അല്ലാഹുമ്മ ഇന്നാ നതവസ്സലു ബി മുഹമ്മദിൻ അബ്ദില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ തജ്മഅ ബൈനി വബൈന സയ്യിദിനാ മുഹമ്മദിൻ അബ്ദില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിദ്ദുന്യാ ഖബലൽ ആഖിറ. റിഫായിയത്തിലുള്ളൊരു ദിക്റാണ്. അള്ളാഹുവെ നബിയെയും എൻ്റെയും ഇടയിൽ ഖിയാമത്ത് നാളിൻ്റെ മുമ്പ് ദുന്യാവിൽ തന്നെ നീ ഒന്ന് ഒരുമിച്ച് കൂട്ടിത്തരണേ. അപ്പോൾ ഉറക്കത്തിൽ കാണുക എന്നല്ല, ശരിക്കും ഉണർച്ചയിൽ കാണാൻ തന്നെ ആഗ്രഹിക്കാം എന്നതാണ് ഇതിൽ നിന്നെല്ലാം മനസ്സിലാവുന്നത്. കണ്യത്തുസ്താദിൻ്റെ ഉസ്താദ്മാർ പറഞ്ഞു കേട്ടോ, ആ കണ്യത്തുസ്താദിനോട് ഒരാൾ എന്നിട്ട് പറഞ്ഞുത്തരേ ഉസ്താദെ, കണ്യത്തുസ്താദിനോട് പറഞ്ഞുത്തരേ ഉസ്താദെ, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊന്ന് ഉറക്കത്തിൽ കാണാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ദ്വാരക്കണം എന്ന് പറഞ്ഞപ്പോൾ ചോദിച്ചുത്തരേ, ഉറക്കത്തിലും കണ്ടിട്ടില്ലേ? അതാണ് അവർ. നമ്മളെ പിന്നെ അൻവരിയ അറബിക് കോളേജിൻ്റെ പ്രിൻസിപ്പളായിരുന്ന ബഹുമാനപ്പെട്ട കുഞ്ഞാണി ഉസ്താദ് വഫാത്തായിട്ട് അദ്ദേഹത്തിൻ്റെ ഡയറി എഴുത്തുകൾ വാട്സപ്പിലൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിരുന്നു. അപ്പോൾ അതിലിങ്ങനെ ഡേറ്റും സമയമൊക്കെ എഴുതിയിട്ട് നബി തങ്ങൾ ആദ്യമായി കണ്ടത്, അപ്പോൾ സംസാരിച്ചത്, പിന്നെ കുറച്ച് പേജിൽ മറിച്ച് നോക്കിയാൽ മുത്തുനബീനെ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ രണ്ടാമത് കണ്ടത്, പിന്നെ കുറേ പേജോട് മറിച്ചാൽ നബി തങ്ങളെ മൂന്നാമത് കണ്ടത്. അപ്പോൾ എന്താ നബി തങ്ങളെ കിനാവ് കാണാൻ വേണ്ടതെന്ന് ഒരാളിനോട് ചോദിച്ചു. 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ വേണം. ബക്കറ്റ് ഉണ്ടല്ലേ, ആയിക്കോട്ടെ, ബക്കറ്റായിട്ട് വരുന്നുണ്ട് പ്രവർത്തകർ, ബാക്കിൽ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ വരുമോല്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ അതിൽ കാര്യമായിട്ട് എല്ലാവരും ഇട്ട് കൊടുക്കുക. ഒരു സാധുക്കൾ കുട്ടികളാണ്, പിന്നെ ആഗ്രഹം കൊണ്ട് സംഘടിപ്പിച്ചൊരു പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് തന്നെ എല്ലാവരും സഹായിക്കണം. പിന്നെ അവർക്ക് സ്വാഭാവികമായിട്ടും ചോദിക്കാനൊരു വിഷമം ഉണ്ടാവും, നമുക്ക് ഏതായാലും വിഷമമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നല്ല നോട്ടന്നെ എടുത്തിട്ട് പിന്നെ ഇട്ട് കൊടുക്കുക. എന്തായാലും ഇപ്പോൾ ഡോളറൊന്നും ഇടാൻ എടുത്തുണ്ടാവില്ല, ഇന്ത്യൻ രൂപയുള്ള ഉണ്ടാവുക. അപ്പോൾ അതിന് വലിയ നോട്ടന്നെ എടുത്തോളി, എന്നിട്ട് അതിലെല്ലാവരും ഇട്ട് കൊടുക്കട്ടെ. അള്ളാഹു നമ്മളെല്ലാ പരിപാടിയും വിജയിപ്പിക്കട്ടെ, സന്തോഷത്തിലും റാഹത്തിലും ആക്കട്ടെ. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഖൽബിൻ്റെ ബന്ധത്തെ അള്ളാഹു നമ്മളിൽ ഊട്ടിയുറപ്പിച്ചു തരട്ടെ. ഒരു യാ നബി എല്ലാവരും ചൊല്ലി, യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും,
യാ ഹബീബ് സലാം അലൈക്കും സലവാത്തുല്ലാഹ് അലൈക്കും. മദ്ഹ് 3 തരത്തിലുണ്ടെന്ന്. ഒന്ന് അൽ ഔസാഹു ബിത്തഹ്സീൻ എന്ന് പറയുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കമാലിയത്തിൻ്റെ വർത്തമാനങ്ങൾ പറയുക. നബി തങ്ങൾ സമ്പൂർണ്ണ മനുഷ്യനാണ് എന്ന് അറിയിക്കുന്ന വർത്തമാനങ്ങൾ പറയുന്നതിനാണ് അൽ ഔസാഹു ബിത്തഹ്സീൻ എന്ന് പറയുന്നത്. ലോകത്ത് ഒരു കുഴപ്പമില്ലാത്ത ഒരാൾ മാത്രമേ ഉള്ളൂ, മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വേറെ ഏത് മനുഷ്യനെ നോക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടാവും. അപ്പം എൻ്റെ മുഖത്തേക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും പല്ലൊന്ന് ചെരിഞ്ഞിട്ടാണ്. ഇങ്ങനെ ഓരോരുത്തരെ നോക്കുമ്പോൾ മനസ്സിലാവും ഒരു കുഴപ്പമില്ലാത്ത ഒരാൾ മാത്രമേ ദുന്യാവിലുണ്ടായിട്ടുള്ളൂ, അത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനാണ് ഇൻസാനുൽ കാമിൽ എന്ന് പറയുന്നത്, സമ്പൂർണ്ണ മനുഷ്യനാണ്. ഒരു മനുഷ്യൻ്റെ കളർ എന്താണ് എന്നതിൻ്റെ ഉത്തരം നബി തങ്ങളുടെ കളർ എന്തായിരുന്നോ അതാണ് മനുഷ്യൻ്റെ ഒറിജിനൽ കളറ്. വെളുപ്പിൽ തങ്ക നിറം കയറിയതായിരുന്നു നബി തങ്ങളുടെ കളറ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വെള്ള നിറത്തിൽ സ്വർണം കയറിയതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കളറ്. പ്രസവിക്കപ്പെട്ട ചെറിയ കുട്ടിയുടെ വലത്തെ കൈയിൻ്റെ ചൂണ്ടുവിരലിൻ്റെ നഖത്തിൻ്റെ കളറാണ് നബി തങ്ങൾക്കുണ്ടായിരുന്നത്. ഇപ്പോൾ പ്രസവിക്കപ്പെട്ട ചെറിയ കുട്ടി, ആ കുട്ടിയുടെ വലത്തെ കൈയിൻ്റെ ചൂണ്ടുവിരലിൻ്റെ നഖത്തിൻ്റെ കളറ്. കുട്ടിയുടെ എന്ന് പറയാൻ കാരണം വലിയ ആൾക്കാർ ചിലപ്പം വാതിലിൻ്റെ ഇടയിലൊക്കെ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ എന്ന് കരുതിയിട്ടാണ്. അതുകൊണ്ടാണ് കുട്ടികളെ പറയാൻ കാരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകൃതവും കുട്ടികളുടെ പ്രകൃതമാണ്. ദുനിയാവിൽ അള്ളാഹു ഏറ്റവും കൂടുതൽ സംരക്ഷണം നൽകുന്ന ഈ ഭാഗം കുട്ടികളാണ് എന്ന് കാണാൻ കഴിയും. അതുകൊണ്ട് നബി തങ്ങൾക്ക് കുട്ടിയോട് നല്ല ഇഷ്ടമായിരുന്നു. കുട്ടികളെ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ്, നമ്മളെല്ലാവരും കുട്ടികളെ ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ ഇത്തിബാ ആവണമെങ്കിൽ നബി തങ്ങൾ ഇഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ ഇഷ്ടപ്പെടുമ്പോഴാണ് ഇത്തിബാ ആവുന്നത്. നമ്മളെല്ലാവരും കുട്ടികളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണല്ലോ. അപ്പം നമ്മളെല്ലാവരും സംഘാടകരൊക്കെ ഒന്ന് വെള്ളക്കുപ്പായിട്ടിട്ടുണ്ട്, വളരെ നല്ല കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വെളുത്ത വസ്ത്രം ഇഷ്ടമായത് കൊണ്ടാണെന്ന് മനസ്സിൽ കരുതുമ്പോഴാണ് ഇത്തിബാ ആവുന്നത്. നമ്മൾ ചെയ്യണ കാര്യങ്ങൾ തന്നെയാണ്, പക്ഷെ മുത്തുനബിനായിട്ട് ബന്ധപ്പെടുത്തിയ ഇത്തിബായി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചങ്ങായിമാരാരേലും കണ്ടില്ലെങ്കിൽ നമ്മൾ ഫോൺ ചെയ്ത് അന്വേഷിക്കും. ഇത്തിബാവണമെങ്കിൽ സ്ഥിരമായി കാണുന്ന ഒരാളെ 3 ദിവസമായി കാണാതിരുന്നാൽ നബി തങ്ങൾ തെരഞ്ഞു പോകാറുണ്ടായിരുന്നു എന്ന ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ വാട്സപ്പിൽ ബന്ധപ്പെട്ടത് എന്ന് തോന്നിയാലാണ് ഇത്തിബാവുന്നത്. നമ്മൾ ചെയ്യണ കാര്യം തന്നെ മുത്തുനബിനായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ ഇത്തിബാവും, ചെയ്യാത്തൊരു കാര്യമല്ല. ഒരു ഭക്ഷണത്തലികയിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇങ്ങനെ 5 ആളുകൾ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. അതിൽ ഒരാൾക്ക് മുഹമ്മദ് എന്ന് പേരുണ്ടെങ്കിൽ ആ ഭക്ഷണത്തലികയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന എല്ലാവർക്കും ബറക്കത്തുണ്ടായിരിക്കുമെന്നാണ്. ആർക്കെങ്കിലും 3 ആൺകുട്ടികളുണ്ടാവുകയും അതിൽ ഒരാൾക്ക് പോലും എൻ്റെ പേരിടാതിരിക്കുകയും ചെയ്താൽ, ഏതെങ്കിലും ഒരാൾക്ക് 3 ആൺകുട്ടികളുണ്ടാവുകയും അതിൽ ഒരാൾക്കെങ്കിലും എൻ്റെ പേരിടുകയും ചെയ്തിട്ടില്ലെങ്കിൽ നാളെ അവൻ എന്നെ കാണാൻ പരിശ്രമിക്കരുതേ എന്ന് മുഹമ്മദ് നബി. മുഅ്മിനായ മനുഷ്യന് മുത്തുനബിനെ കഴിച്ചിട്ട് വേറെ ഒന്നുമില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇഷ്ക് അസ്ലാണ്, അമലു സ്വാലിഹാത്ത് ഫർആണ്. ഇഷ്ക് അടിസ്ഥാനമാണ്, അമലു സ്വാലിഹാത്ത് ഫർആണ്. അസ്ലില്ലാത്ത ഫർ കൊണ്ട് പ്രയോജനമില്ല, അതേ സമയത്ത് ഫർ ഇല്ലാത്ത അസ്ല് കൊണ്ട് കാര്യം ഉണ്ടാവും. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായോ എന്നറിയില്ല. നിസ്കരിച്ചില്ലെങ്കിൽ കാഫിറാവൂല, നിസ്കാരം നിഷേധിച്ചാൽ കാഫിറാവും. നോൻപ് നോറ്റിയില്ലെങ്കിൽ ഫാസിഖയാവുള്ളൂ, കാഫിറാവൂല. നോമ്പിനെ നിഷേധിച്ചാൽ കാഫിറാവും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള താല്പര്യം ഈമാനാണ്. ഈമാൻ ഉണ്ടായിട്ട് അമലു സ്വാലിഹാത്ത് ഇല്ലെങ്കിലും പ്രയോജനമുണ്ട്. അമലു സ്വാലിഹാത്ത് ഉണ്ടായിട്ട് ഈമാൻ ഇല്ലെങ്കിൽ അതിന് അമലു സ്വാലിഹാത്ത് എന്ന് പറയുക പോലും ചെയ്യുകയില്ല. അതുകൊണ്ട് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള താല്പര്യം എന്ന് പറയുന്നത് അസ്ലാണ്, ഇഷ്ക് ഈമാനാണ്.
നമ്മളെന്ത് കാര്യം നിസ്കാരം പരിശോധിച്ച് സത്യത്തിൽ നിസ്കാരത്തിൻ്റെ ബാക്കിൽ എന്താ ഉള്ളത്? മിറാജിനുള്ള അംഗീകാരമാണ്. നബി തങ്ങളെ അംഗീകരിക്കാനല്ലാത്തൊരു ഇബാദത്തുമില്ല. എല്ലാ ഇബാദത്തുകളുടെയും പിന്നിലെ രഹസ്യം മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അംഗീകരിക്കലാണ്. ഇത് സ്വഹാബത്തിന് ശരിക്കും മനസ്സിലായിരുന്നു എന്നുള്ളതാണ്. 10,000 റക്അത്ത് മസ്ജിദുൽ ഹറാമിൽ വെച്ച് നിസ്കരിച്ചാലും സ്വർഗം ഉറപ്പില്ല. അതേ സമയത്ത് സ്വഹാബിയായാൽ സ്വർഗം ഉറപ്പായി. 20,000 റക്അത്ത് മസ്ജിദുൻ നബിയിൽ വെച്ച് നിസ്കരിച്ചു തോർന്നാലും സ്വർഗം ഉറപ്പില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഈമാനോടുകൂടെ 1 സെക്കൻഡ് സമയം ഒരുമിച്ച് കൂടിയ ആൾക്കാണ് സ്വഹാബി എന്ന് പറഞ്ഞത്. സ്വഹാബിയായാൽ സ്വർഗം ഉറപ്പായി. ഇതാണ് സംഗതി പറഞ്ഞത്. എന്താ കാരണം? അതിനത്ര ഈമാൻ ഉണ്ടാവും എന്നുള്ളതാണ് കാരണം. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ബന്ധമുണ്ടോ? അതിനത്ര ഈമാൻ ഉണ്ടാവും. നബി തങ്ങളോട് സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ബന്ധമാണ് ഈമാൻ്റെ അസ്ല്, അടിസ്ഥാനം എന്ന് പറഞ്ഞത്. അതുകൊണ്ട് റബീഉൽ അവ്വൽ മാസം എന്ന് പറഞ്ഞത് ഈമാൻ കൂടാനുള്ള മാസമാണ്. നമ്മളെല്ലാ കാര്യങ്ങളും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ടതായിരിക്കണം. ആ ബന്ധത്തെ നിലനിർത്താൻ നമുക്ക് കഴിയണം. ബദർ യുദ്ധം എന്ന് പറയുന്നത് മുവഹിദീങ്ങളും മുശ്രിക്കുകളും തമ്മിലുള്ള യുദ്ധമല്ല. ശരിക്ക് ബദർ യുദ്ധം എന്ന് പറയുന്നത് മുഅ്മിനീങ്ങളും മുശ്രിക്കുകളും തമ്മിലല്ല, ആശിക്കുകളും മുശ്രിക്കുകളും തമ്മിലാണ്. മൂസാ നബി അലൈഹിസ്സലാം 60,000-ത്തിലധികം വരുന്ന തൻ്റെ അനുചരന്മാരെയും കൂട്ടി നൈൽ നദി കടന്ന് ഇങ്ങനെ പോകുമ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പന വന്നു ജബ്ബാരിങ്ങളേറ്റ് യുദ്ധം ചെയ്യാൻ. മൂസാ നബി ആൾക്കാരോട് പറഞ്ഞു, ജബ്ബാരിങ്ങളുമായി യുദ്ധം ചെയ്യാൻ അള്ളാഹിൻ്റെ കൽപ്പന ഉണ്ട് പറഞ്ഞു. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ അനുയായികൾ പറഞ്ഞു, ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാ ഇന്നാ ഹഉനാ ഖാഇദൂൻ എന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്യും, ഇജ്വാൻ്റെ പടച്ചോനും കൂടിയും പോയിട്ട് യുദ്ധം ചെയ്തിട്ട് ജയിച്ചിട്ട് മടങ്ങി വരുമ്പോൾ ഈ വൈക്ക് വരുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് ഒപ്പം കൂടെ ഉണ്ട് പറഞ്ഞു പോലെ. ബദർക്ക് നബി തങ്ങൾ സഹാബത്തിനേറ്റ് പോണത് യുദ്ധം ചെയ്യാനല്ല, അബൂ സുഫിയാനെ കണ്ടിട്ട് മക്കയിൽ പിടിച്ചു വെച്ച സമ്പത്ത് വിട്ടുതരാൻ ആവശ്യപ്പെടാനും മക്കയിൽ തടഞ്ഞു വെച്ച മുഅ്മിനീങ്ങളെ മദീനയിലേക്ക് പറഞ്ഞേക്കണമെന്ന് പറയാനും വേണ്ടി പോകുമ്പോൾ ചെങ്കടൽ തീരത്തിലൂടെ അബൂ സുഫിയാൻ രക്ഷപ്പെടുകയും അബൂജാഹിലിൻ്റെ നേതൃത്വത്തിൽ സർവായുധ സജ്ജരായി 1000 പടയാളികൾ മക്കയിൽ നിന്ന് ബദറിനെ ലക്ഷ്യമാക്കി പുറപ്പെട്ടിട്ടുണ്ടെന്ന വിവരമറിയുകയും ചെയ്യുമ്പോൾ നബി തങ്ങൾ സഹാബത്തിനോട് ചോദിച്ചു, പുണ്യ സഹാബ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സഹാബത്ത് പറഞ്ഞു, നബിയെ നിങ്ങൾ ഞങ്ങളോട് കടലിക്ക് ചാടാൻ ഇപ്പണ്ട് പറഞ്ഞാൽ പറഞ്ഞ് പൂർത്തിയാകുന്നതിന് മുമ്പ് ഞങ്ങളാണ്ട് ചാടിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞ ആശിക്കുകളും മുശ്രിക്കുകളും തമ്മിൽ നടന്ന യുദ്ധത്തിനാണ് ബദർ യുദ്ധം എന്ന് പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഈ ദീന് സംരക്ഷിക്കാനേ 313 ആൾക്കാർ യുദ്ധം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ബദർ യുദ്ധം നമുക്ക് ചിലപ്പോൾ അങ്ങനെ തോന്നും, ആ 313 ആൾക്കാർ അന്ന് യുദ്ധം ചെയ്തതുകൊണ്ട് ദീനുൽ ഇസ്ലാം നിലനിൽക്കുന്നുണ്ടല്ലോ. ദീനുൽ ഇസ്ലാം നിലനിൽക്കാൻ 313 ആൾക്കാർ യുദ്ധം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെന്തിനാ 313 ആൾക്കാർ യുദ്ധം ചെയ്തത്? ഒരിക്കൽ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നപ്പോൾ ജിബ്രീലിനോട് അലൈഹിസ്സലാം നബി തങ്ങൾ ചോദിച്ചു, സല്ലല്ലാഹു അലൈഹി വസല്ലം, ജിബ്രീലേ നിങ്ങൾ ധാരാളം പ്രാവശ്യം ദുന്യാവിൽ വന്നിട്ടുണ്ടല്ലോ, പല നബിമാരുടെ അടുത്തും വന്നിട്ടുണ്ടല്ലോ, അതിലേറ്റവും കൂടുതലായി മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു അനുഭവം പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ജിബ്രീൽ അലൈഹി ഇസ്ലാം പറഞ്ഞു, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഭവം എന്ന് പറഞ്ഞത് ലൂത്ത് നബി അലൈഹി ഇസ്ലാമിൻ്റെ സമൂഹത്തെ നശിപ്പിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് എന്തുണ്ടായി എന്ന് ചോദിച്ചു. ജിബ്രീൽ അലൈഹി ഇസ്ലാം പറഞ്ഞു, ഞാനും 2 മലക്കുകളും മനുഷ്യരൂപത്തിൽ സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ അടുക്കൽ വന്നു. ഇബ്രാഹിം നബിൻ്റെ കാലത്താണ് ലൂത്ത് നബിയും സ്വാലിഹ് നബിയൊക്കെ ഉണ്ടാകുന്നത്. മുഹമ്മദ് നബിയുടെ കാലത്ത് മാത്രമേ വേറെ നബിമാരില്ലാത്തുള്ളൂ. ബാക്കിയുള്ള എല്ലാ നബിമാരുടെ കാലത്തും വേറെ നബിമാരുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്താണ് സ്വാലിഹ് നബി ഉള്ളത്, ലൂത്ത് നബി ഉള്ളത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഉലുൽ അസ്മിൽ പെട്ട വലിയ പ്രവാചകനാണ്. ലൂത്ത് നബി അലൈഹി ഇസ്ലാം, സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമൊക്കെ അതിൻ്റെ കീഴിൽ എന്ന് പറയാൻ കഴിയൂല, എന്നാൽ അവർ ഉലുൽ അസ്മി എന്ന ഉന്നത സ്ഥാനീയരല്ല. അപ്പം അതുകൊണ്ട് ലൂത്ത് നബി അലൈഹി ഇസ്ലാമിൻ്റെ സമൂഹത്തെ നശിപ്പിക്കാൻ വേണ്ടി വരുമ്പോൾ ജിബ്രീൽ അലൈഹി ഇസ്ലാമും അനുയായികളും മനുഷ്യരൂപത്തിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ അടുത്തേക്ക് വന്നു. വിരുന്നേര് വരികയാണെന്ന് തോന്നിയിട്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം വേഗം ഒരു മൂരിക്കുട്ടിനെ അർത്ഥങ്ങാണ്ട് ബിരിയാണി ഉണ്ടാക്കി. അന്ന് ബിരിയാണി ഉണ്ടായിരുന്നൊന്നും ചോദിക്കരുത്, കഥയിൽ ചോദ്യമില്ല എന്നാണ്.
ഏതായാലും അന്നത്തെ ഏറ്റവും നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കി. ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു, എന്നാൽ കയ്യേക്കോളി നീച്ചോളി തിന്നാൻ നീക്കി പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളങ്ങനെ തിന്നുന്ന സൈസൊന്നുമല്ല, ഞങ്ങൾ മരക്കുകളാണ് പറഞ്ഞു. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചോദിച്ചു, പിന്നെ എന്തിനാ ഞങ്ങൾ പോകുന്നതെന്ന് ചോദിച്ചു. ഞങ്ങൾ നിങ്ങളൊരു സന്തോഷം പറയാൻ വേണ്ടി വന്നതാണ് പറഞ്ഞു. എന്താ സന്തോഷം എന്ന് ചോദിച്ചു. നിങ്ങളെ ഭാര്യയായ സാറക്കൊരു കുട്ടി ഉണ്ടാവും എന്ന് പറഞ്ഞു. സാറാ ബീവി പ്രായമായിരുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ആദ്യത്തെ ഭാര്യയുള്ള സാറാ ബീവി, രണ്ടാമത്തെ ഭാര്യയാണ് ഹാജറ ബീവി. ഹാജറ ബീവിയിലാണ് ആദ്യം കുട്ടി ഉണ്ടാകുന്നത്. സാറാ ബീവിക്കും മക്കളുണ്ടായിരുന്നില്ല, പ്രായമായിരുന്നു. ഇബ്രാഹിം നബിക്കും പ്രായമായിട്ടുണ്ട്. നിങ്ങൾക്ക് സാറാ ബീവിയിലൊരു കുട്ടി ഉണ്ടാവും എന്നുള്ള വിവരം പറയാനാണ് ഞങ്ങൾ വന്നത് പറഞ്ഞു. അപ്പോൾ വാതിലിൻ്റെ അപ്പുറത്ത് കർട്ടൻ്റെ മറവിൽ സാറാ ബീവി നിൽക്കുന്നുണ്ടായിരുന്നു. ഈ വർത്തമാനം കേട്ടിട്ട് 31 ചിരിച്ചപ്പോൾ മെൻസസ് രക്തം രണ്ടാമത് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ കുട്ടി ഉണ്ടായി. പിന്നെ പ്രസവിച്ചതാണ് ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാം. 13 വർഷത്തെ വ്യത്യാസമാണ് ഇസ്മായിൽ അലൈഹി ഇസ്ലാമും ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമും. ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം ഹാജറ ബീവിക്ക് ഉണ്ടായിട്ട് 13 വർഷം കഴിഞ്ഞിട്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. സാറാ ബി റളിയല്ലാഹു അൻഹാക്ക് ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാം എന്ന കുട്ടി ഉണ്ടാകുന്നത്. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നിങ്ങൾ എന്തേ പോകുന്നത് ചോദിച്ചു. അതിൽ പറഞ്ഞു, ഞങ്ങൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ സമൂഹത്തെ നശിപ്പിക്കാൻ വേണ്ടി പോവുകയാണ് പറഞ്ഞപ്പോൾ, അല്ല ഞങ്ങൾ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിൻ്റെ സമൂഹത്തെ നശിപ്പിക്കാൻ പോവുകയാണ് പറഞ്ഞപ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്, ഞങ്ങൾക്ക് എന്തുവാണെങ്കിലും ചെയ്തു തരാം, വേണമെങ്കിൽ എൻ്റെ പെൺകുട്ടികളൊക്കെ കല്യാണം കഴിച്ചു തരാം, എന്തുവാണെങ്കിലും ചെയ്തു തരാറ്. ആ സമയത്ത് ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളങ്ങനെ നിങ്ങളോട് സമ്മതം ചോദിക്കാൻ വേണ്ടി വന്നതൊന്നുമല്ല, വിവരം പറയാൻ വേണ്ടി വന്നതാണ് കാരണം. അതിന് പ്രധാനപ്പെട്ടൊരു സംഗതി നടക്കുമ്പോൾ എല്ലാവരോടും സമ്മതം ചോദിച്ചില്ലെങ്കിലും ഒരു വിവരം പറയണമല്ലോ. അപ്പോൾ അതിൻ്റെ പേരിൽ ഞങ്ങളൊന്ന് വിവരം പറയാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളവിടെ നിന്നാണ് പോയിങ്ങാണ്ടാണ് നശിപ്പിച്ചു എന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾ ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, എങ്ങനെ നിങ്ങളത് നശിപ്പിച്ചത് അതൊന്നും പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാം പറഞ്ഞു, അത് കാര്യമായിട്ടൊന്നുമില്ല, ഞാൻ എൻ്റെ ചിറകിൻ്റെ തലപ്പുകൊണ്ട് ഒന്നിങ്ങനെ കോരിങ്ങാണ്ട് ഇങ്ങനെ മറിച്ചതാണ് എന്ന് പറഞ്ഞ ലൂത്ത് നബിയുടെ നാട് 6000 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ളതാണ്. അങ്ങനത്തെ 40,000 ചിറക് ജിബ്രീലിനുണ്ട് എന്നാണ്. അമ്മാതിരി 5000 മലക്കുകൾ ബദറിൽ വന്നിട്ടുണ്ട്. 313 ആൾക്കാർ യുദ്ധം ചെയ്തതുകൊണ്ടൊന്നുമല്ല ദീൻ നിലനിന്നത്. പിന്നെന്തിനാ ബദർ യുദ്ധം? ആശിഖീങ്ങൾക്കുള്ള അവസരമാണ് ബദർ യുദ്ധം. ലോകത്ത് ഇസ്ലാം ദീൻ ആർക്കെല്ലാം അവസരം കൊടുക്കുന്നുണ്ടോ ആശിഖുകൾക്ക് മാത്രമേ അവസരം കൊടുത്തിട്ടുള്ളൂ. എല്ലാ അവസരങ്ങളെയും പരിശോധിച്ചോളി, ആശിഖുകൾക്ക് മാത്രമാണ് അവസരം നൽകിയിട്ടുള്ളത്. ആശിഖീങ്ങളായ 313 ആൾക്കാർക്ക് അള്ളാഹു അവസരം കൊടുത്തതായിരുന്നു ബദർ യുദ്ധം. ഈ ഉമ്മത്തിൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറഞ്ഞത് ഇഷ്കാണ്. ഉമ്മത്തിൻ്റെ ഏറ്റവും വലിയ വിജയം ഇഷ്കാണ്. ഉമ്മത്തിൻ്റെ എല്ലാ സഹായവും ഇഷ്കാണല്ലോ. നമ്മളെന്തേലൊക്കെ ഒരു പ്രതിസന്ധി ഉണ്ടായിട്ട് കുടുങ്ങിയാൽ, എന്തേലും വലിയൊരു കാര്യമായൊരു പ്രശ്നമൊക്കെ ഉണ്ടായി പറ്റടങ്ങാറായ എന്താ കാട്ടുക? മൈക്കോണാക്കിയാണ്ട് ബാങ്ക് കൊടുക്കും. ബാങ്ക് ഇഷ്കിൻ്റെ പ്രഖ്യാപനമാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രഖ്യാപനമല്ല ബാങ്ക്, ഇഷ്കിൻ്റെ പ്രഖ്യാപനമാണ്. നിസ്കാരം നൂഹ് നബിക്ക് ഉണ്ടായിട്ടുണ്ട്, പക്ഷെ നൂഹ് നബിക്ക് ബാങ്കില്ല. നിസ്കാരം മൂസാ നബിക്ക് ഉണ്ടായിട്ടുണ്ട് അലൈഹിസ്സലാം, മൂസാ നബിക്ക് ബാങ്കില്ല. നിസ്കാരം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് ഉണ്ടായിട്ടുണ്ട്, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് ബാങ്കുണ്ടായിട്ടില്ല. ബാങ്കി അമ്മക്ക് മാത്രമേ ഉള്ളൂ. എന്താ കാര്യം? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രഖ്യാപനമാണെങ്കിൽ മൂസാ നബിക്കും ബാങ്ക് വേണ്ടേ? മൂസാ നബിക്കും ഉണ്ടല്ലോ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നതിൻ്റെ പ്രഖ്യാപനമാണ് ബാങ്ക്. അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ളതിൻ്റെ അതാണ് ബിലാൽ റളിയല്ലാഹു അൻഹുവിന് ബാങ്ക് കൊടുക്കാൻ കഴിയാതായത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയാത്തതുകൊണ്ടല്ല. ബിലാൽ റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞല്ല, ബിലാൽ റളിയല്ലാഹു അൻഹു ലോകത്ത് വിപ്ലവം സൃഷ്ടിച്ചത് 2 അടിമകളാണ്. ലോകത്ത് വിപ്ലവം സൃഷ്ടിച്ച 2 അടിമകളാണ്. ഒന്നൊരു വെളുത്ത അടിമയും ഒന്നൊരു കറുത്ത അടിമയും. കറുത്ത അടിമയാണ് സയ്യിദുനാ ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു. വെളുത്ത അടിമയാണ് സയ്യിദുനാ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ തവണ മദീനയിൽ ചെന്നപ്പോൾ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിലുള്ള ഒരു തോട്ടം കാണാൻ അവസരം ഉണ്ടായി, ഈത്തപ്പനത്തോട്ടം. മദീനയിൽ ഇപ്പോൾ പഴയ മാതിരിയൊന്നുമല്ല, കുറേയൊക്കെ കാണാനുള്ള അവസരങ്ങളും കാണാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. മുമ്പൊക്കെ അടച്ചുകൂട്ടിയൊക്കെയായിരുന്നു, ഇപ്പോൾ ഒക്കെ ഏകദേശം തുറന്നിട്ടുണ്ട്. സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിലുള്ള ഒരു തോട്ടമുണ്ട്. ആ തോട്ടത്തിൻ്റെ അടുത്ത് മഹാനവറുകൾ താമസിച്ചിരുന്ന വീടിൻ്റെ അവശിഷ്ടങ്ങളുണ്ട്. മഹാനവറുകൾ നിസ്കരിച്ചിരുന്ന പള്ളി അതേപോലെ ഇങ്ങനെ നിലനിർത്തിയിട്ട്
കല്ലൊക്കെ അതേപോലെ നിലനിർത്തി പൈൻ്റൊക്കെ അടിച്ച് ചുറ്റുമതിലൊക്കെ കെട്ടി കമ്പി വെയിലൊക്കെ കെട്ടി പൂട്ടിയിട്ട് അവിടെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് സൽമാൻ അൽ ഫാരിസിയുടെ പേരിലുള്ള ഒരു തോട്ടമുണ്ട്. അപ്പോൾ കൂടെ ഉണ്ടായിരുന്നു അസ്ലം ഉണ്ടായിരുന്നു കൂടെ. അസ്ലമിനോട് ഞാൻ ചോദിച്ചു ഈ തോട്ടത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു. സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ആൾ പേർഷ്യക്കാരനാണ്. പേർഷ്യയിലെ രാജകുടുംബാംഗമാണ് സൽമാൻ അൽ ഫാരിസി. പ്രധാനമന്ത്രിയുടെ മകനാണ്. രാജാവിൻ്റെ മകനല്ല, അതിൻ്റെ താഴെയുള്ള പ്രധാനമന്ത്രിയുടെ മകൻ. അന്ന് പേർഷ്യക്കാരെന്ന് പറഞ്ഞാൽ തീ ആരാധകരാണ്. നമ്മൾ മാർസെ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട്, നബി തങ്ങൾ ജനിച്ചപ്പോൾ പേർഷ്യക്കാർ ആരാധിച്ചിരുന്ന അഗ്നികുണ്ഡം കെട്ടുപോയി. പേർഷ്യക്കാർ അഗ്നി ആരാധകരായിരുന്നു. അഗ്നി ആരാധകരാണ്. അവിടുത്തെ രാജാവും അഗ്നി ആരാധകനാണ്, അവിടുത്തെ പ്രജകളും അങ്ങനെയാണ്. ഒരിക്കൽ സൽമാൻ എന്ന രാജകുമാരൻ തൻ്റെ പിതാവിൻ്റെ കൃഷിസ്ഥലങ്ങൾ സന്ദർശിക്കാൻ വേണ്ടി പോകുമ്പോൾ കാടിനോട് ചേർന്ന ഒരു പ്രദേശത്ത് ഒരു ടെൻറ്റ് കെട്ടി ഏകനായ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്ന വെളുത്ത വസ്ത്രധാരികളായ കുറച്ച് ആളുകളെ കണ്ടു. അവരുടെ കൂടെ അല്പസമയം ഇരുന്നു. സൽമാൻ അതിൽ ആകൃഷ്ടനായി കുറച്ചധിക സമയം ഇരുന്നു. നേരം പോയതറിഞ്ഞില്ല. ഇരുട്ടായപ്പോൾ മകൻ മടങ്ങി വരാത്തതിനാൽ രാജകുമാരനെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ ആരംഭിച്ചു. ആ അന്വേഷണം സൽമാനുൽ ഫാരിസി ഇരിക്കുന്ന വെള്ളവസ്ത്രം ധരിച്ച പൂർവ്വകാല വേദങ്ങൾ പഠിച്ച അന്നത്തെ മുസ്ലിങ്ങളായ പുരോഹിതന്മാരുടെ അടുത്തേക്ക് എത്തിയ അന്വേഷണം. അങ്ങനെ അവരെ ജയിലിലടക്കാൻ, അവരെ നാട് കടത്താൻ വേണ്ടി തീരുമാനിച്ചു. ഈ പുരോഹിതന്മാരെ സൽമാനെ ജയിലിലടക്കാനും തീരുമാനിച്ചു. ഇവരെ നാട് കടത്താൻ വേണ്ടി ഒരുങ്ങുമ്പോൾ സൽമാൻ മെല്ലെ അതിലെ വലിയ പുരോഹിതൻ്റെ അടുത്ത് എന്നിട്ട് ചോദിച്ചു, ഈ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് ഞാൻ എന്തെങ്കിലും വരികയാണെങ്കിൽ നിങ്ങളെ എവിടെ വന്നാലാ കാണുമെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഇവിടുന്ന് നാട് കടത്തപ്പെടുകയാണെങ്കിൽ മൗസിൽ എന്ന പേരായ പ്രദേശത്തേക്കായിരിക്കും പോവുക, അവിടെ വന്നാൽ കാണാറുണ്ട്. ദീർഘനാൾ സൽമാൻ അൽ ഫാരിസി ജയിലിൽ കിടന്നു. 200 വയസ്സ് വരെ ജീവിച്ച ആളാണ് സൽമാൻ അൽ ഫാരിസി. സ്വഹാബത്തിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചത് മഹാനായ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു ആണ്. 200 വയസ്സ് വരെ മഹാനവറുകൾ ജയിലിൽ കിടന്നു കുറേ കാലം. ഒരു ദിവസം ജയിൽ വാർഡൻ്റെ സഹായത്തോടുകൂടി നല്ല നടപ്പ് കാരണം ജയിലിൽ നിന്ന് പുറത്തിറങ്ങി ഒരു കച്ചവട സംഘത്തോടൊപ്പം യാത്ര ചെയ്തു. അങ്ങനെ മൗസിലിൽ എത്തിച്ചേർന്നു. ഈ പുരോഹിതന്മാർ അവിടെ താമസിക്കുന്നുണ്ടായിരുന്നു. അതിലെ വലിയ പുരോഹിതന് ഖിദ്മത്തെടുത്തിട്ട് അങ്ങനെ കൂടി. അയാൾ മരണപ്പെടുകയാണ്. അപ്പോൾ സൽമാൻ ചോദിച്ചു, നിങ്ങൾ മരിച്ചാൽ ഞാൻ എടുക്കാൻ പോവാന്ന് ചോദിച്ചു. അപ്പോൾ വേറൊരാളെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ വേറൊരാളടുത്തേക്ക് പോയി. അയാളും മരിക്കുകയാണ്. നിങ്ങൾ മരിച്ചാൽ ഞാൻ എടുക്കാൻ പോവാന്ന് ചോദിച്ചു. മൂന്നാമത്തെ ഒരാളെ പറഞ്ഞു കൊടുത്തു. അയാളും മരിക്കുകയാണ് സൽമാൻ്റെ മുമ്പിൽ വെച്ച്. അതിൽ സൽമാൻ ചോദിച്ചു, ഇനി എടുക്കാൻ ഞാൻ പോകുകയെന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഇനി എടുക്കും പോണ്ട, അവസാന പ്രവാചകൻ വരാൻ സമയമായിട്ടുണ്ട്. അവസാന പ്രവാചകനെ കൊണ്ട് വിശ്വസിച്ചാൽ മതി, 4-ാം വേദത്തിൻ്റെ സമയമായിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ സൽമാൻ ചോദിച്ചു, ഒരാൾ പ്രവാചകനാണെന്ന് പറഞ്ഞാൽ അത് ഒറിജിനലാണെന്ന് ഞാൻ എങ്ങനെ മനസ്സിലാക്കും? 3 തെളിവുകൾ പറഞ്ഞു കൊടുത്തു. ഒന്ന്, അവസാനത്തെ പ്രവാചകൻ സ്വതക്ക ഭക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞു കൊടുത്തു. രണ്ടാമത്തത്, അവസാനത്തെ പ്രവാചകൻ ഹദിയ ഭക്ഷിക്കുന്നതാണ് എന്ന് പറഞ്ഞു കൊടുത്തു. മൂന്നാമത്തേത്, അവസാനത്തെ പ്രവാചകൻ്റെ മുതുകത്ത് പ്രവാചകത്വത്തിൻ്റെ പരിസമാപ്തിയുടെ മേൽ അറിയിക്കുന്ന ഒരു സീൽ, ഒരു മുദ്ര ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ അദ്ദേഹം മരണപ്പെട്ടു. സൽമാൻ ഇങ്ങനെ യാത്ര പോകുമ്പോൾ ഒരു കൊള്ളക്കാർ അദ്ദേഹത്തെ കണ്ട് പിടിച്ചുകൊണ്ടുപോയിട്ട് അങ്ങാടിയിൽ കൊണ്ടുപോയി അടിമയാക്കി വിറ്റു. കുറേ ഈത്തപ്പന തോട്ടങ്ങളിൽ ഇങ്ങനെ ജോലി ചെയ്ത് കൈമാറി വിൽക്കലും വാങ്ങലുമായി ദീർഘകാലത്തെ അടിമയായ ജീവിതത്തിനൊടുവിൽ സയ്യിദുനാ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു മദീനയിൽ ഒരു ജൂതൻ്റെ ഈത്തപ്പനത്തോട്ടത്തിൽ എത്തിച്ചേർന്നു. സയ്യിദുനാ സൽമാൻ മദീനയിലെ ഈത്തപ്പനത്തോട്ടത്തിൽ ഇങ്ങനെ കഴിയുന്ന സമയത്ത് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്നു. അവസാന പ്രവാചകൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്നിട്ടുണ്ടെന്ന വിവരമറിഞ്ഞപ്പോൾ സൽമാൻ തൻ്റെ കൈവശമുള്ള 3 പരീക്ഷണങ്ങൾ നടത്താൻ തീരുമാനിച്ചു. ഒരു ദിവസം ഈത്തപ്പഴം പറിക്കലെല്ലാം കഴിഞ്ഞതിന് ശേഷം യജമാനൻ്റെ സമ്മതം വാങ്ങി ഒരു പിടി കാരക്കയും എടുത്തുകൊണ്ട് ഇലാ ഹദറത്തി ഹബീബിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഹദറത്തിൽ വന്നിട്ട് പറഞ്ഞു, മുഹമ്മദേ, ഇത് നിനക്ക് സ്വതക്കയാണ്.
നബി തങ്ങൾ പറഞ്ഞു, ഞങ്ങൾ അമ്പിയാക്കളുടെ സമൂഹം സ്വതക്ക ഭക്ഷിക്കയില്ല എന്ന് പറഞ്ഞപ്പോൾ സൽമാൻ മനസ്സിൽ പറഞ്ഞു, ഒന്നാം പരീക്ഷയിൽ 100 മാർക്കാണ്. അങ്ങനെ മടങ്ങി, വേഗം പോണ അടിമയാണ്. മറ്റൊരു ദിവസം ഈത്തപ്പഴം അറുക്കൽ കഴിഞ്ഞ് യജമാനൻ്റെ സമ്മതം വാങ്ങി അല്പം കാരക്കയും എടുത്ത് മുത്തുനബിയുടെ ഹദറത്തിൽ വന്നിട്ട് പറഞ്ഞു, മുഹമ്മദേ, ഇത് നിനക്ക് ഹദിയയാണ്, സമ്മാനമാണ്. നബി തങ്ങളത് വാങ്ങി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 കഴിച്ച് ബാക്കി വിതരണം ചെയ്തപ്പോൾ സൽമാൻ മനസ്സിൽ പറഞ്ഞു, രണ്ടാം പരീക്ഷയിൽ 100 മാർക്കാണല്ലോ. അവിടുന്ന് പോയി. 3ാം തവണയും മുസ്തഫായ നബി തങ്ങളുടെ ഹദറത്തിൽ വന്നു. നബി തങ്ങളുടെ പ്രവാചകത്വത്തിൻ്റെ പരിസമാപ്തിയുടെ മേൽ അറിയിക്കുന്ന അടയാളം കാണണം. നബി തങ്ങളുടെ ചുമലിൽ ബാക്ക് വശത്തായിട്ട് പ്രാവിൻ്റെ മുട്ടയോളം വലിപ്പമുള്ള ഒരു മാംസക്കഷ്ണവും അതിൽ ഏതാനും രോമങ്ങളും ഉണ്ടായിരുന്നു. അതാണ് പൂർവകാല വേദങ്ങളിൽ പറഞ്ഞ പ്രവാചകത്വത്തിൻ്റെ പരിസമാപ്തിയുടെ അടയാളമായ ഖാത്തമുൻ നുബുവ എന്ന് പറയുന്നത്. മുത്തുനബിക്കുണ്ടായിരുന്നത്. പക്ഷെ അതാരും കാണൂല. എന്തുകൊണ്ട്? നബി തങ്ങൾ കുപ്പായം ധരിക്കാതെ നടക്കൽ പതിവില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം ആരും കാണില്ല. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുപ്പായം ധരിക്കാതെ നടക്കലില്ല. അതുകൊണ്ട് സൽമാൻ പലതവണ പരിശ്രമിച്ചിട്ടും നടക്കാതെ വന്നു. ഒരു ദിവസം സ്വഹാബത്തിൽപ്പെട്ട ഒരാൾ മരണപ്പെട്ടു. അവിടെ നബിതങ്ങൾ ഉണ്ടാകുമെന്ന് കരുതി സൽമാൻ വന്നു. വിചാരിച്ചതുപോലെ മുത്തുനബിയുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖബർ കളക്കാനുണ്ട്, കുളിപ്പിക്കാനുണ്ട്, കഫൻ ചെയ്യാനുണ്ട്, മറവ് ചെയ്യാനുണ്ട്. ഖബറിൻ്റെ അടുത്ത് ഇങ്ങനെ വന്നിട്ട് സൽമാൻ ഇപ്പുറത്ത് വന്ന് ഒന്നിങ്ങനെ നോക്കും, കാണാണ്ടോ എന്ന്. കുപ്പായം കഴിച്ചാലല്ലേ കാണുക. അപ്പുറത്ത് വന്നിട്ട് ഇങ്ങോട്ട് നോക്കും. അങ്ങനെ മറവിയൽ കയ്യോളം നോക്കിയിട്ടൊന്നും കണ്ടില്ല. മറവ് ചെയ്ത് കഴിഞ്ഞ് എല്ലാവരും ഇങ്ങനെ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ആളുകൾ പോയി കഴിഞ്ഞതിന് ശേഷം നബി തങ്ങൾ വിളിച്ചു, സൽമാനല്ലേ അതെന്ന് ചോദിച്ചു. ആന്ന് പറഞ്ഞു. ഇവിടെ പറഞ്ഞു കുപ്പായത്തിൻ്റെ കുടുക്കയച്ചിട്ട്, ഇതല്ലേ ഇജ്ജാ നോക്കണ സാധനം എന്ന് പറഞ്ഞു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ ഇസ്ലാമൊക്കെ വന്നതാണ്. 200 കൊല്ലം ജീവിച്ചു. ഈ വിവരം അറിഞ്ഞപ്പോൾ സൽമാൻ്റെ യജമാനന് പറ്റിയില്ല. അതുവരെ എല്ലാ നിലക്കും സപ്പോർട്ടായിരുന്നു. ഈത്തപ്പഴമൊക്കെ ഇങ്ങനെ കൊടുക്കും, വലിയ ഭാരമുള്ള ജോലിയൊന്നും കൊടുക്കൂല. ഇസ്ലാം സ്വീകരിച്ചു എന്ന വിവരമറിഞ്ഞപ്പോൾ സൽമാൻ്റെ യജമാനൻ വല്ലാതെ ഇടങ്ങേറാക്കി. ഭാരമുള്ള ജോലികൾ, രാത്രി പോലും വിശ്രമമില്ല. വല്ലാതെ ഇടങ്ങേറായപ്പോൾ ഒരിക്കൽ മുസ്തഫ നബി തങ്ങളുടെ ഹദറത്തിൽ വന്നിട്ട് പറഞ്ഞു, നബിയെ, എനിക്കൊന്ന് അടിമത്ത മോചനം ലഭിക്കാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടാക്കി തരണം എന്ന് പറഞ്ഞിട്ടാണ്ട് നോലൊഴിച്ചു. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തിലെ പ്രധാനികളും ചേർന്ന് സൽമാൻ്റെ യജമാനനോട് കച്ചവടം പറയാൻ വേണ്ടി പോയി. സൽമാൻ്റെ മുതലാളിയുടെ അടുത്ത് എന്നിട്ട് സൽമാനെ വിൽക്കണമെന്ന് ചോദിച്ചാൽ പറഞ്ഞു, വിൽക്കൊക്കെ ചെയ്യാറുണ്ട്, എന്താ തരേണ്ടതെന്ന് ചോദിച്ചു. അതിൽ തൊള്ളേ കൊള്ളാത്ത വില എന്ന് നമ്മൾ പറയില്ല, അങ്ങനത്തെ ഒരു വില ഉണ്ട് പറഞ്ഞു. ഒരു മരുഭൂമി കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഈ സ്ഥലത്ത് 300 ഈത്തപ്പന മരങ്ങൾ നട്ടുപിടിപ്പിച്ച് അവകൾ വെള്ളവും വളവും നൽകി പരിപാലിച്ച് 300 എണ്ണത്തിൽ നിന്ന് ഈത്തപ്പഴം പറിച്ചു തന്നാൽ സൽമാൻ സ്വതന്ത്രനാണ് പറഞ്ഞു. മുത്തുനബി കച്ചവടാക്കി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിക്കോട്ടെ, 300 വെച്ച് പിടിപ്പിച്ച് തരാറിനാണ് പോകുന്നു. അവിടെ നിന്ന് പള്ളിക്ക് വന്നിട്ട് വയലു പറഞ്ഞു, സഹാബത്തെ, സൽമാനെ കച്ചവടാക്കിയിട്ടുണ്ട്, 300 ഈത്തപ്പന തൈകൾ വേണം, അതിൻ്റെ സംഭാവന കൂടി പറഞ്ഞു. ഓരോരുത്തരും 2 മരം 3 മരം 30 മരമൊക്കെയാണ് പറഞ്ഞു. 300 സൽമാനോട് പറഞ്ഞു, പോയിട്ട് 300 കുജ്ജാണ് ഉത്തൂടി പറഞ്ഞു. സൽമാൻ റളിയല്ലാഹു അൻഹു 300 കുയ്യുത്തീറ്റ് നബിനോട് വിവരം പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓഫറായി കിട്ടിയ 300 മരം വാങ്ങിയിട്ട് കുഴിച്ചിടാൻ വേണ്ടി പോയി. അങ്ങനെ ഓരോന്നിങ്ങനെ ബിസ്മില്ലിയിട്ട് കുഴിച്ചിട്ട് ഇങ്ങനെ വന്നു. 300 എണ്ണം കുഴിച്ചിട്ട് കരുതിയതിനേക്കാൾ സ്പീഡിൽ ഈത്തപ്പന മരങ്ങൾ വളർന്നു. സാധാരണഗതിയിൽ ഈത്തപ്പന മരം കായ്ക്കാൻ 9 വർഷമാണ്. ഈത്തപ്പന മരം വേഗം വളർന്നു, വലുതായി. 299 എണ്ണത്തിൽ നിന്ന് ഈത്തപ്പഴം പറിച്ചു. പക്ഷേ ഒന്ന് കായ്ച്ചില്ല. കരാറനുസരിച്ച് 300ാമത്തെയും എന്നുകൂടിയും പറിച്ചാലേ സൽമാൻ സ്വതന്ത്രനാവുള്ളൂ. അങ്ങനെയാണ് എഗ്രിമെൻ്റ് ഒപ്പിട്ടിട്ടുള്ളത്. 299 എണ്ണം കായ്ച്ചു. ഒന്ന് കായ്ക്കാതെ വന്നപ്പോൾ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു, നബിയെ, ആ ഒന്ന് ഞാൻ കുഴിച്ചിട്ടതായിരുന്നു പറഞ്ഞു. ഞാൻ എളുപ്പം ഇക്കോട്ടെ എന്ന് കരുതിയിട്ട്
ആ ഒന്ന് ഞാൻ കുഴിച്ചിട്ട് തരുന്നു എന്ന് പറഞ്ഞു. നബി തങ്ങൾ അതുകൊണ്ട് പറിച്ചിട്ട് ബിസ്മില്ലേറ്റ് ആയിക്കന്നാണ് കുഴിച്ചിട്ടിട്ട് അതിൽ നിന്നും ഈത്തപ്പഴം പറിച്ചു കൊടുത്തിട്ട് സ്വതന്ത്രനായ ആളാണ് സൽമാനുൽ ഫാരിസി. അതാണ് സൽമാനുൽ ഫാരിസിയുടെ തോട്ടം എന്ന് പറഞ്ഞ തോട്ടം. ആ മരം ഒന്നുണ്ടാവില്ല കേട്ടോ. ഈത്തപ്പന മരങ്ങൾക്ക് 150 വർഷമാണ് പരമാവധി കിട്ടുക. എന്നാലും തോട്ടതാണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. മുത്തുനബിനെ പഠിച്ചാൽ അവസാനിക്കൂലെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഇപ്പോൾ ഈ റബീഉൽ അവ്വലായതിന് ശേഷം കുറേ ലേഖനങ്ങൾക്ക് ഹെഡിങ് എഴുതി. വെറുതെ ലേഖനം എഴുതിയതല്ല, ഹെഡിങ്ങൾ മാത്രം ഇങ്ങനെ എഴുതി നോക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പറയാൻ പറ്റുന്ന കുറേ ഹെഡിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും രാജാവും, നബി തങ്ങളും പ്രജയും, നബി തങ്ങളും അടിമയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കച്ചവടക്കാരനും, നബി തങ്ങളും കർഷകനും, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഡ്രൈവറും. നബി തങ്ങൾ അന്നത്തെ ഡ്രൈവറാണല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. അക്കാലത്തെ വാഹനമായ കുതിരയെയും കഴുതയെയും ഒട്ടകത്തെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓടിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഇന്നത്തെ വാഹനമായ കാറും ബൈക്കും ഓടിക്കുന്നതെന്ന് മനസ്സിൽ കരുതാൻ നമുക്ക് കഴിഞ്ഞാൽ ഡ്രൈവിങ് സുന്നത്താവും. അതാണ് ഈ പറഞ്ഞ സാധനം എന്ന് പറഞ്ഞത്. ചെയ്യണ കാര്യം നീയത്തോണ്ട് ഇബാത്താക്കാം. നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്. ഡ്രൈവിങ് പഠിക്കും വേണം. കാരണം അന്നത്തെ വാഹനമായ കുതിരയെയും ഒട്ടകത്തെയും കഴുതയെയും കോവർ കഴുതയെയും ഓടിക്കാൻ നബി തങ്ങൾക്കറിഞ്ഞിരുന്നു. അതുകൊണ്ട് ഡ്രൈവിങ് പഠിക്കണം. ഡ്രൈവിങ് പഠിക്കലും സുന്നത്താണ്, ഡ്രൈവ് ചെയ്യലും സുന്നത്താണ്. നീയത്ത് ക്ലിയറായാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ബന്ധപ്പെടുത്തലാണ് മൂമിനായ മനുഷ്യൻ്റെ ഇബാദത്ത് പറഞ്ഞാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം.